നമസ്കാരം. സംസ്ഥാനത്ത് ആദായ നികുതി അടയ്ക്കുന്നവർക്ക് ജാതിയും മതവുമുണ്ടോ? ഇത്തരമൊരു ചോദ്യം കഴിഞ്ഞ 2 ദിവസമായി മലപ്പുറം മേഖലയിൽ സജീവമാണ്. ഇന്നിപ്പോഴിതാ എല്ലായിടത്തും ആ ഒരു ചോദ്യം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം മലപ്പുറം വിദ്യാഭ്യാസ ഓഫീസർ കഴിഞ്ഞ ദിവസം ഇറക്കിയ ഒരു സർക്കുലറിലെ പ്രധാനപ്പെട്ട പരാമർശമാണ് നികുതി അടയ്ക്കാത്ത ക്രൈസ്തവരായ ജീവനക്കാരുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ ശേഖരിക്കണമെന്ന് പ്രധാന അധ്യാപകർക്ക് വിദ്യാഭ്യാസ ഓഫീസറുടെ നിർദ്ദേശം വന്നിരിക്കുകയാണ്. അതെന്താ, ക്രൈസ്തവരായ അധ്യാപകർ നികുതി അടയ്ക്കുന്നില്ലേ? ഇത്തരമൊരു ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണ്? ഇത് പറയുമ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലേക്കൊന്ന് പോകണം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഏതോ ഒരു ബിരുദൻ ഒരു പരാതി കൊടുത്തു. ക്രൈസ്തവരായ അധ്യാപകരും ജീവനക്കാരും ആദായ നികുതി അടയ്ക്കുന്നില്ല അത്രേ. ഒരു മണ്ടൻ പരാതി കിട്ടി എന്ന പേരിൽ സംസ്ഥാനത്തെ മുഴുവൻ ക്രൈസ്തവ അധ്യാപകരെയും ജീവനക്കാരെയും സംശയനിഴലിലാക്കുന്ന രീതിയിലുള്ള ഓർഡർ ഉടൻ തന്നെ സംസ്ഥാന വിദ്യാഭ്യാസ ഓഫീസർ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടു. എന്നാൽ അന്ന് വലിയ വിവാദമായതോടെ ആ പരാതിയിൽ അന്വേഷണം വേണ്ടെന്ന് വെച്ചു. ആ സർക്കുലർ പിൻവലിച്ചു. പക്ഷേ ഇതെന്താ, മലപ്പുറത്തെ വിദ്യാഭ്യാസ ഓഫീസർ ഇക്കാര്യം അറിഞ്ഞിട്ടില്ലേ? അതോ അത്രയധികം വലിയ മണ്ടനാണോ അദ്ദേഹം? എന്തായാലും കഴിഞ്ഞ ഏപ്രിൽ 20-ാം തീയതിയാണ് ഇത്തരമൊരു ഉത്തരവ് അരീക്കോട് അടക്കമുള്ള വിദ്യാഭ്യാസ ഓഫീസർമാർ, മേഖലാ വിദ്യാഭ്യാസ ഓഫീസർമാർ ഉത്തരവിറക്കിയത്. ക്രൈസ്തവരായ അധ്യാപകരും ജീവനക്കാരും അവർ ആദായ നികുതി അടയ്ക്കുന്നില്ലെങ്കിൽ അവരുടെ പേരുകൾ കണ്ടെത്തി ഡിപ്പാർട്ട്മെന്റിന് നൽകണമെന്നായിരുന്നു ആ വിവാദ ഉത്തരവ്. എന്തായാലും ഇപ്പോൾ വിവാദമായതോടെ ഉത്തരവ് പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ മതം നോക്കി ഇവിടെ ആളുകളെ കണ്ടെത്തുന്ന ഈ രീതി എന്തിനു വേണ്ടിയായിരുന്നു? ഒരുപക്ഷെ ഇത് സാധാരണ ക്രൈസ്തവരായ അധ്യാപകരെയും ജീവനക്കാരെയും മാത്രം ലക്ഷ്യമിട്ടുള്ളതല്ല എന്നുള്ളത് വ്യക്തമാണ്. സാധാരണക്കാരായ അധ്യാപകരെ ഒന്നുമല്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം വൈദികരെയും സന്യസ്തിനികളെയുമാണ്. വൈദികരെയും കന്യാസ്ത്രീകളും നികുതി അടയ്ക്കാത്തവരെന്ന് അവർക്ക് മേൽ ചില സംശയങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അതുവഴി അവരെ കുറ്റക്കാരായി പൊതുസമൂഹത്തിൽ ചിത്രീകരിക്കുക എന്നതാണ് ഈ ഒരു കാര്യത്തിലൂടെ ലക്ഷ്യമിട്ടത് എന്നത് വ്യക്തമാണ്. എന്തായാലും ഈ പരാതി ഇപ്പോൾ പിൻവലിച്ചിട്ട്, ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ സർക്കുലർ പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് സഹിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ജമ്മു കാശ്മീരിൽ മതം ചോദിച്ച ശേഷമാണ് തീവ്രവാദികൾ ഓരോരുത്തരെയും കൊന്നൊടുക്കിയത്. അവിടെ അള്ളാഹു അക്ബർ പറയാതെ അല്ലെങ്കിൽ അത്തരമൊരു ശബ്ദമുയർത്താത്ത ക്രൈസ്തവരെയും ഹൈന്ദവരെയും കൊന്നൊടുക്കുന്ന തീവ്രവാദികളെ നാം കണ്ടു. ഇവിടെയും അതിന് സമാനമാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല. കാരണം അത്തരത്തിൽ മതവും ജാതിയും ഒക്കെ നോക്കിയാണ് നികുതി അടയ്ക്കുന്ന ആളുകളെ കണ്ടെത്തേണ്ടത്. ഇനി ക്രിസ്ത്യാനി അല്ലാത്തവർ നികുതി അടച്ചില്ലെങ്കിൽ കുഴപ്പമില്ലേ? അതോ ക്രിസ്ത്യാനിക്ക് മാത്രമാണോ രാജ്യത്തിൻ്റെ നിയമം ബാധകമാവുക? മലപ്പുറത്തെ വിദ്യാഭ്യാസ ഓഫീസർമാരോടുള്ള ചോദ്യം ഇത് തന്നെയാണ്. ക്രൈസ്തവർ മാത്രം നികുതി അടച്ചാൽ മതിയോ? അല്ലെങ്കിൽ ക്രൈസ്തവർ മാത്രമേ നികുതി അടയ്ക്കാത്തതുള്ളൂ? ഇത് കൃത്യമായ ഒരു വർഗീയ വിഭാഗീയ ചേരിതിരിവ് സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു നടപടിയാണ്. ഇക്കാര്യത്തിൽ കൃത്യമായ ജാഗ്രത ഉണ്ടാവണം, കൃത്യമായ നടപടി ഈ ഉദ്യോഗസ്ഥന്മാർക്ക് മേലെ ഉണ്ടാവണം. ഇത് ലക്ഷ്യമിട്ടിരിക്കുന്നത് വൈദികരെയും സന്യസ്തരെയുമാണ്. അവർക്ക് മേൽ അല്ലെങ്കിൽ അവർ നികുതി അടയ്ക്കുന്നില്ല എന്നുള്ള ഒരു വലിയ നറേഷൻ ഉണ്ടാക്കി അവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാമെന്ന് ആരെങ്കിലും കരുതേണ്ടതില്ല. അക്കാര്യത്തിൽ ക്രൈസ്തവ സമൂഹം ജാഗ്രതയുള്ളവരാണ്. എല്ലാ കാലത്തും അവർക്കൊപ്പം തന്നെ നിൽക്കും. ഇത്തരമുള്ള വിഭാഗീയ നീക്കങ്ങൾ നടത്തുന്ന ഒരു മലപ്പുറംകാരോടും ഒരു മലപ്പുറത്തെ വിദ്യാഭ്യാസ ഓഫീസറോടും ഒരു സഹിഷ്ണുതയും ഈ പൊതുസമൂഹത്തിനുണ്ടാകില്ല.